ഹായ്. സൈക്കോളജിസ്റ്റിനോട് ചോദിക്കാമെന്ന പരിപാടിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ടായി. അതിൽ ഒരുപാട് ആളുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളൊരു ഷോർട്ട് സെന്റൻസ് ആയിട്ട് അല്ലെങ്കിൽ വൺ വേർഡ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. അതുപോലെ നമുക്ക് എങ്ങനെ അതൊക്കെ ഡീൽ ചെയ്യാന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സങ്കടങ്ങളിൽ നിന്ന്, വേദന നൽകുന്ന ഓർമ്മകളിൽ നിന്ന് മാറി ചിന്തിക്കാനും രക്ഷ നേടാനുള്ള വഴി എന്താണ്? ഇപ്പോ സങ്കടങ്ങൾ നൽകുന്ന ഓർമ്മകൾ അല്ലെങ്കിൽ സങ്കടത്തോടു കൂടെയുള്ള ഓർമ്മകൾ മുന്നേ എന്തോ സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മൾ മെയിനായിട്ട് പേടിക്കുന്നതും ഇങ്ങനെയാണ്. അതായത് സംഭവിച്ചു പോയി, ഒരിക്കലും സംഭവിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിച്ചു പോയി, അതിന്റെ ഓർമ്മകൾ നമ്മളെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അപ്പൊ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മതി, ഇറ്റ്സ് ആൾറെഡി ഹാപ്പൻഡ്. നമുക്ക് ഒരിക്കലും അത് മാറ്റാൻ കഴിയൂല. പാസ്റ്റിൽ നമുക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയൂല. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അതിന് സൈക്കോതെറാപ്പീസ് ഉണ്ട്. നമ്മള് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർമ്മകൾ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു ഇന്റൻസിറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ലൈഫിലേക്ക് വളരെ ഈസി ആയിട്ട് ഇറങ്ങി വരാൻ കഴിയും. അപ്പൊ അതിന് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ജസ്റ്റ് എന്തെങ്കിലും അതിനെപ്പറ്റി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് തെറാപ്പി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറച്ചുകൊണ്ട് നമുക്ക് നോർമൽ ലൈഫിലേക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. അതിന് വേണ്ട ടൈം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്: ടീനേജേഴ്സ് ആയ മക്കളെ എങ്ങനെ കെയർ ചെയ്യണം? അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ശരിയുണ്ട്, പക്ഷെ അമ്മ എന്ന നിലയിൽ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. ടീനേജിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാം, ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 to 19 ആണ് പറയാം. അതായത് ടീൻ. അപ്പോൾ ഈ ഒരു ഏജിന്റെ ഇടയിലാണ് അഡോളസൻസ് പീരീഡ് എന്ന് പറയും. അപ്പൊ നമുക്കിപ്പോ പ്രായപൂർത്തിയാവുന്ന സമയമാണ്. ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് വരാൻ പറ്റും. അതായത് അവിടെ ഒരു കുട്ടി വലിയ ആളാവുന്ന ഒരു സമയമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ പണ്ട് കുട്ടികളായിക്കൊണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ട് പെട്ടെന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അത്തരത്തിലുള്ള ഡൗട്ട്സ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു അമ്മയോ നമ്മളൊരു അച്ഛനോ ആണെന്നിരിക്കട്ടെ, നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു നമ്മളുടെ ആ ഒരു പൊസിഷൻ ചില സമയത്ത് നമ്മൾ മറക്കേണ്ടി വരും. അതായത് ശരിക്കൊരു അമ്മയായിട്ട്, ഇപ്പൊ നമ്മുടെ പറയുന്ന പോലെ സ്ഫടികത്തിൽ ചാക്കോമാഷൊന്നുമായിട്ട് നമ്മൾ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്താൽ പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ വഴിയാധാരമായിട്ട് പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു കുട്ടികളുടെ ഒരു സാഹചര്യം ഇതാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടിത്തം മാറി അവരൊരു വലിയ ആളായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഹോർമോണൽ ഡിഫറൻസ് അവർക്ക് ഉണ്ടായിരിക്കും. അതിന്റെ ബേസിസിൽ അവർ ഒരുപാട് ബിഹേവിയർ ചേഞ്ചസ് കാണിക്കും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാം, പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്. 3 തരം പാരന്റിങ് സ്റ്റൈലാണ് വരുന്നത്: അതോറിറ്റേറ്റീവ്, അതോറിറ്റേറിയം ആൻഡ് പെർമിസീവ്. 50-50 ചാൻസ് കൊടുക്കാം. എന്തെങ്കിലും കുട്ടികൾ നമ്മളോട് കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തിയിട്ട് അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അതിന്റെ ഡ്രോബാക്സും പോസിറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാണ്ട് ഒരു കുട്ടി എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ഒരു ബിഹേവിയർ ചേഞ്ചസ് കാണിച്ചിട്ട് എന്തെങ്കിലും കാര്യം പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഡൗട്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പോലും പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പോലും പറ്റില്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ചുള്ള റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഇത് നമ്മൾ ആൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായത് കൊണ്ട് തന്നെ ഒരു ഉപദേശ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് ഏതെങ്കിലും പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിച്ചു കൊടുക്കാം. എന്തെങ്കിലും എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഉദാഹരണങ്ങളൊക്കെ വെച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ഗ്രാസ്പ് ചെയ്യാനും കൂടെ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി വരാൻ പറ്റും. മാത്രമല്ല, ഒരു പാരന്റിങ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇപ്പോഴുള്ളൊരു മോഡേൺ സൊസൈറ്റിയിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മാക്സിമം നമുക്കിപ്പോ ഈ മോഡേൺ സൊസൈറ്റിയിൽ എന്താ നടക്കുന്നതെന്നുള്ള ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കണേ മതിയാവും. കാരണം പഴയ രീതിക്കുള്ള ഒരു പാരന്റിങ് സ്റ്റൈലൊന്നും ഇല്ല. കാരണം ഇപ്പൊ ഒരുപാട് കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാല് ടെക്നോളജി വൈസ് അവർ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. ഈവൻ നമ്മുടെ പാരന്റ്സ് പോലും നല്ല രീതിക്ക് വളരാത്ത ആളുകളുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ മോഡേൺ സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 50-50 ചാൻസ് കൊടുത്തിട്ട് നമുക്ക് കുട്ടികളുടെ അഭിപ്രായങ്ങൾ നമുക്ക് മാനിക്കാം. അങ്ങനെ മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹസ്ബൻഡ് സിസ്റ്ററുമായിട്ടും അമ്മയായിട്ടും മാത്രം നല്ല ബന്ധമുണ്ട്, ബട്ട് എന്നെ കെയർ ചെയ്യുന്നില്ല. അവരുമായിട്ട് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഈ ഒരു കേസ് വരുമ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നോർമലി എല്ലാവരും ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെട്ട കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് വൈഫിന് കുറച്ച് പൊസസീവ്നെസ് വരാനും, അല്ലെങ്കിൽ എന്റെ കാര്യത്തിന് എന്താണ് ഹസ്ബൻഡ് ഇങ്ങനെ ശ്രദ്ധിക്കാത്തത്, എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്, ഇനി എന്റെ വല്ല കുഴപ്പം കൊണ്ടാണോ, ഇതിന് മറികടക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ബട്ട് ഇവിടെ ഒന്നും അല്ല ഇതിന്റെ കാര്യത്തിന്റെ കിടപ്പ്. അതായത് ഇതൊരു പേഴ്സണാലിറ്റിയാണ്. ഇതൊരു ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഈവൻ വൈഫ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു പേഴ്സണാലിറ്റിയാണ് ഇത്. അതായത് ഇത് അവർ ചെറുപ്പത്തിലേ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. ഈവൻ അമ്മയെ കെയർ ചെയ്യുന്നു, സിസ്റ്ററെ കെയർ ചെയ്യുന്നു, അവരുടെ കുട്ടികളെ കെയർ ചെയ്യുന്നു, വാട്ട് എവർ, അതൊക്കെ അവർ ചെറുപ്പം മുതലേ അത് അവരെങ്ങനെ ചെയ്തു വന്നിരുന്ന കാര്യമാണ്. അപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാവുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മളിപ്പോ ചെറുപ്പം മുതൽ എങ്ങനെയാണോ വളർന്നത്, ഇതുവരെ ഈ ഒരു നിമിഷം നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതുവരെ എന്തെല്ലാം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഇങ്ങനെ മോഡിഫൈ ആയിക്കൊണ്ടേയിരിക്കുന്നത്. പണ്ട് ചെയ്ത കാര്യങ്ങൾ പലതും നമ്മൾ ഇപ്പൊ ചെയ്യുന്നില്ല, അതുപോലെ പണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പേഴ്സണാലിറ്റി ആയിട്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 1 മന്ത് കൊണ്ട് മാറ്റാൻ പറ്റും എന്ന് കരുതേണ്ട ആവശ്യമില്ല. കാരണം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഹസ്ബൻഡും വൈഫിനും എന്ത് ചെയ്യാം, നല്ലൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടണം, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള മാറ്റം അവിടെ ഉണ്ടാവും. പക്ഷെ എല്ലാവർക്കും എല്ലാത്തിനും ഓരോ ബോർഡർ ഉണ്ട്. ഒരു ബോർഡറിന് ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറിന്റെ അപ്പുറം നമുക്ക് നിൽക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പൊ ഒരുപാട് അവരെ മാത്രം കരുതിട്ട് നമ്മളെ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ബൗണ്ടറിയാ. അപ്പൊ അതിനപ്പുറം നമുക്ക് ഒരിക്കലും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തന്നെ അവിടെ വേണം. എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, എല്ലാ ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കണം എന്നല്ല ഇതിനകത്ത് പറയുന്നത്. ഒരു ബൗണ്ടറി ഉണ്ട്, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പൊ ഈവൻ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് ഒരു ബൗണ്ടറി ഉണ്ട്, സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്ററിന് ഒരു ബൗണ്ടറി ഉണ്ട്, ഫാദർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഇപ്പൊ ഈവൻ വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ വൈഫിന് പോലും ബൗണ്ടറികളുണ്ട്. അപ്പോ നമ്മുടെ ബൗണ്ടറികൾ നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാതിരിക്കുക. അവരെ നമ്മൾ മാക്സിമം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇല്ലാണ്ടാവുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. കാരണം അത് അവര് തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മളിപ്പോ മറ്റുള്ള ഒരാളെ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് മാറ്റാൻ കഴിയൂല. നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഇപ്പൊ ഡെയിലി നമ്മൾ കാണുന്ന ഒരാളെ, ഡെയിലി നമ്മൾ സംസാരിക്കുന്ന ഒരാളെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ടോക്കിൽ നമുക്ക് ചെറിയ ചെറിയ ബിഹേവിയർ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബട്ട് പേഴ്സണാലിറ്റി പെട്ടെന്ന് മാറില്ല. അപ്പൊ ഇങ്ങനെ ബിഹേവിയർ ഒരുപാട് ഇങ്ങനെ ചേഞ്ച് ആകുമ്പോൾ ഭാവിയിൽ വരുമ്പോൾ ആളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പൊ ഭാര്യ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മിഡ് ലൈഫിലൊക്കെ കയറി വരുന്ന ഒരാളാണ്, ഈവൻ പാർട്ട്ണർ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് പാർട്ട്ണറിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അത് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയുണ്ട്. കാരണം ആളങ്ങനെ ശീലിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ശീലം ഇനി ഇങ്ങനെ മെല്ലെ മെല്ലെ വളർത്തിയിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു ചേഞ്ച് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാണ്ടിരിക്കും. അടുത്ത ചോദ്യം, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇസ് എ ഡിസോർഡർ ആണ്, ഒരു മാനസിക രോഗമാണ്. അപ്പൊ അത് നമ്മൾക്കിപ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സിംറ്റംസ് വരുന്നുണ്ട്. ഇപ്പോ ഈവൻ ICD-10 എന്നൊക്കെ പറയുന്ന പോലെ പുസ്തകങ്ങളിൽ ഒരുപാട് സിംറ്റംസ് പറയുന്നുണ്ട്. അപ്പൊ ആ സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള നമുക്ക് ഏതാണെന്നുള്ള കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം അപ്പൊ അതിന് തന്നെ മൈൽഡ്, മോഡറേറ്റ്, സീവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്റ്റേജുകളുണ്ട്. അപ്പൊ ആ സിംറ്റംസ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിനെക്കുറിച്ച് മാറ്റം ഉണ്ടാവുക. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ പല പല ചിന്തകളായിരിക്കാം. ചിലപ്പോ ഇപ്പൊ പറഞ്ഞ ചിന്ത ആയിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. അതുപോലെ പേഴ്സണാലിറ്റി തന്നെ മാറും, അതായത് ആളുകൾ തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഐഡന്റിറ്റി തന്നെ മാറിയിട്ടായിരിക്കും ഞാൻ പറയാം. ചിലപ്പോൾ എന്റെ പേര് തന്നെ വ്യത്യസ്ത പേരുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ആയിരിക്കില്ല ചിലപ്പോൾ നാളെ പറയുന്നത്. അപ്പൊ അതിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, അതിന്റെ ചിന്തകളിലും വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ കംപ്ലീറ്റ് സിംറ്റംസ് നമ്മൾ ഇവിടെ പറയുന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ICD-10 നമുക്ക് പോവാം. കാരണം അതിൽ ഒരുപാട് സംസാരിക്കാനും ഉണ്ടാവും, ലൈക്ക് ലെക്ചറിങ് പോലെ ആയി പോകും അത്. അടുത്ത ചോദ്യം വരുന്നത്, ഹൗ ടു ചേഞ്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ? സ്റ്റാർട്ടിംഗ് ട്രബിൾ എങ്ങനെ മാറ്റാൻ പറ്റും? ഇതും പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒന്നും മാറ്റാൻ പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറി വരാനൊന്നും കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ സമയം എടുത്തിട്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ നാളെ നന്നാവണം ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ വെക്കുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും പലപ്പോഴും വിജയിക്കാറില്ല. കാരണം ഒറ്റ ദിവസം കൊണ്ട് മാറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ഓരോ സ്റ്റെപ്പ് എടുത്ത് നമുക്ക് വെക്കാം. ഇന്ന് നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും, അറ്റ്ലീസ്റ്റ് 1%. നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അവിടെ വെച്ചതിന് ശേഷം അതിൽ 100% ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
അതിന് ഫസ്റ്റ് വേണ്ട സ്റ്റെപ്പ് എന്താണോ അത് നമ്മൾ ഇന്ന് എടുക്കുക, മെല്ലെ നാളെ എടുക്കുക, മറ്റന്നാൾ എടുക്കുക. അങ്ങനെ പതിയെ പതിയെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറി കിട്ടും. സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയുമ്പോൾ ഈവൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം, അതിന് ഒരുപാട് നെഗറ്റീവ് ആസ്പെക്ട് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഇതവർക്ക് ഞാനത് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം സംഭവിക്കും. അപ്പോ അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ലോട്ടറി അടിക്കണം എന്ന് കരുതുന്ന പോലെയുള്ള കാര്യങ്ങളാണത്. പെട്ടെന്ന് ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക, ബാക്കി പിന്നെ നമ്മൾ വന്നോളും. ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ലെറ്റ് ഇറ്റ് ബി. അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകും. എനിക്കതിന് രണ്ട് സാധ്യതകളും. എനിക്കൊന്ന് ചെയ്യാം, നല്ല രീതിക്ക് തന്നെ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈവൻ എനിക്ക് നാളെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിന് എനിക്ക് തെറ്റ് വന്നു കഴിഞ്ഞാൽ നാളെ എനിക്ക് ആ തെറ്റ് മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ കഴിയും, ഈസി. അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയുന്നത് ചെയ്യുക, ഡു ഇറ്റ്. എങ്കിൽ തന്നെ നമുക്ക് അതിന്റെ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തിൽ നമുക്ക് ആ തെറ്റ് ആവർത്തിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല പാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, പാസ്റ്റ് ആയിട്ട് എന്താണ്, അതായത് മുന്നേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കുക, അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ശേഷം അതിന്റെ ഒരു റെഫറൻസ് എടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, സെയിം മെത്തേഡ് നമുക്ക് ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ സാധനം ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കാം, ഇന്നിപ്പോ 2025 ജനുവരിയാണ്. നമ്മളിപ്പോ എത്ര പെട്ടെന്ന് ഈ ഒരു ടൈമിൽ എത്തിയത്. നമുക്ക് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റിസൾട്ട് നമുക്ക് ഇന്ന് കിട്ടുമായിരുന്നു. വൈകിട്ടില്ല, ഇന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയും വരാനുണ്ട് ഒരുപാട് ഡേറ്റ്സ്. അപ്പൊ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ 1% മാറ്റം ഇന്ന് കൊണ്ടുവരിക, നാളെ 1%. അങ്ങനെ മെല്ലെ മെല്ലെ നിങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ 2 വർഷത്തിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാം, നല്ല റിസൾട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ടൈം എടുക്കുക, സമയം കൊടുക്കുക, വെറുതെ ഇരിക്കാണ്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം, ഇഷ്ടപ്പെട്ട ഒരാൾ കല്യാണം കഴിഞ്ഞു പോയി, പക്ഷെ എനിക്ക് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എന്ത് ചെയ്യും? ഇത് സംഭവിച്ച കാര്യങ്ങളാണ്. ഇറ്റ്സ് ആൾറെഡി ഹാപ്പൻഡ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് എനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളാണ്. ഞാൻ അന്ന് ഈ കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കത് ഉണ്ടാവില്ലായിരുന്നു, അങ്ങനത്തെ ഒരു സംഭവം എനിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു, ഇന്ന് ഫുള്ള് പോസിറ്റീവ് ആയിരുന്നു. നോ, അതെല്ലാം എക്സ്പീരിയൻസുകളാണ്. നമുക്ക് നാളെ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു തരത്തിൽ ചിലപ്പോൾ നാളെ നമ്മൾ ചെയ്യില്ല. അപ്പൊ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്, വി കാൺ ചേഞ്ച് ദാറ്റ്. അപ്പോ മനസ്സിലാക്കുക, ആൾറെഡി ഹാപ്പൻഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല, ഇതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഓർക്കണ്ട. ഇത് പെട്ടെന്ന് എങ്ങനെ മറക്കാൻ ശ്രമിക്കാൻ പറ്റുമെന്നും നിങ്ങൾ ഓർക്കണ്ട. കാരണം ഒന്നും മറക്കേണ്ട ആവശ്യങ്ങളില്ല. ഇതൊക്കെ നമുക്കൊരു ഓർമ്മകളായിട്ട് നമുക്ക് അവിടെ തന്നെ വെക്കാം. പക്ഷെ ഈ ഓർമ്മകളുടെ ഇന്റൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ട് വരാം. എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓർമ്മ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഈവൻ വർക്കൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഓർമ്മകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓർമ്മകളുടെ ഇന്റൻസിറ്റി ഒക്കെ നമുക്ക് പതിയെ പതിയെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് തെറാപ്പി എടുക്കലാണ്. കാരണം ഈ ഒരു ഈ ഒരു പ്രശ്നത്തിന്റെ എവിടെയാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് തെറാപ്പീസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാ തെറാപ്പിയും എല്ലാ കേസിനും അങ്ങനെ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഒരാളുടെ ബിഹേവിയർ, പേഴ്സണാലിറ്റി എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ഈ കൊടുക്കുന്ന തെറാപ്പിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോ ഒരു തെറാപ്പിസ്റ്റിനെ കാണുക, എന്ത് ചെയ്യാം, നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ എന്താണ് അതിനുള്ള പ്രതിവിധി? ഈ ഒരു സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ. ഞാൻ ഇന്ന് ഭയങ്കര ഡിപ്രഷനില്ല, ഞാൻ ഇന്നലെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു സാധനവും ഇല്ല. ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ചെറിയ ഒരു മാനസികാവസ്ഥയല്ല. ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒരാഴ്ചയോ മാത്രം തോന്നുന്ന തോന്നലുകൾക്ക് നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് ഇതിനിപ്പോ ഈ സിംറ്റംസ് പറയാന്നുണ്ടെങ്കിൽ ഉറക്കക്കുറവുണ്ടായിരിക്കാം, ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പിന്നെ അതുപോലെ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റികൾ ചെയ്യാണ്ടിരിക്കാം, സൂയിസൈഡൽ തോട്ട്സ് വരാം. പിന്നെ നമുക്കിപ്പോ മെയിൻ ആയിട്ട് നമുക്ക് പറയാന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ഡിപ്രഷൻ. നോർമൽ ലൈഫിലോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ടൈം പീരീഡ് ഉണ്ട്. ഏകദേശം ഒരു 6 മന്തിനൊക്കെ ശേഷമുള്ള കാര്യങ്ങളാണ്. അതായത് 6 മന്ത് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഡിപ്രഷനായിട്ട് നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു ഫോർമാലിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ ഡയഗ്നോസിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ICD വെച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോ ഇതിന്റെ സിംറ്റംസ് ജസ്റ്റ് പറയാന്ന് പറ്റുള്ളൂ. കാരണം
ഡീറ്റെയിൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇതൊരു ലെക്ചറിങ് പോലെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ICD പോയി നോക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതുപോലെ ഇതിന്റെ റെമഡീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സിവിയാരിറ്റി ബേസ്ഡ് ആയിരിക്കും ഇതിന്റെ റെമഡീസ് വരിക. ഇതിന് തെറാപ്പി കൊണ്ട് മാറുന്ന കാര്യങ്ങളാണോ അതല്ല മെഡിസിൻ എടുക്കേണ്ടി വരുമോ എന്നുള്ളത് ഇതിന്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, നെഗറ്റീവ് തോട്ട്സ് ആണ്, എങ്ങനെ ഓവർകം ചെയ്യാം? നെഗറ്റീവ് തോട്ട്സ്, അത് എന്താണ് നെഗറ്റീവ് തോട്ട്സ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമുക്ക് പലതരത്തിലുള്ള തോട്ട്സ് വരാൻ സാധ്യതയുണ്ട്. ഈ തോട്ട്സ് എല്ലാം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. എങ്കിൽ ചിലപ്പോൾ നമ്മുടെ നെഗറ്റീവ് അവർക്ക് പോസിറ്റീവ് ആയിരിക്കാം, നമ്മുടെ പോസിറ്റീവ്സ് അവർക്ക് നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ ഇത് എന്ത് നെഗറ്റീവ് ആണ് വരുന്നത്? സ്വയം നമ്മൾ പഴിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ ഈ നെഗറ്റീവായിട്ട് വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ആ ഒരു തോട്ട്സിന്റെ ഇന്റൻസിറ്റി, അതിന്റെ ഒരു ജെന്യുവിനിറ്റി, എത്രത്തോളം സത്യമുള്ള കാര്യമാണ് ആ നെഗറ്റീവ് തോട്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ അതിന് വല്ല സാധ്യതകളുണ്ടോ, ആ നെഗറ്റിവിറ്റി നമ്മൾ ഇപ്പൊ ആലോചിച്ചുകൊണ്ട് വല്ല സാധ്യതകളുണ്ടോ അതിന് ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കാൻ ശ്രമിക്കണ്ട, അത് വന്നോട്ടെ, ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് നമുക്കൊരു ജേർണൽ സെറ്റ് ആക്കാം. ഡെയിലി നമുക്കൊരു ഡയറി എഴുതി വെക്കാം എന്തെല്ലാം നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് വരുന്നത്. പകരം നമുക്ക് അതിന് വേണ്ട പോസിറ്റീവ് തോട്ട്സ് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഈ ലൈനിൽ എഴുതി വെക്കാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലുള്ള സാധനത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നെഗറ്റീവ് തോട്ട്സ് പതിയെ പതിയെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അടുത്ത ചോദ്യം, പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ആണുങ്ങളെയൊക്കെ പേടിയാണ്, എല്ലാവരും എന്റെ ശരീരം നോക്കുന്നത് പോലെ ഒരു തോന്നൽ. ബ്രദർ ആണെന്ന് കരുതിയ ഒരാൾ മറ്റു തരത്തിൽ സംസാരിച്ചു തുടങ്ങി, ശേഷം അയാളെ ഒഴിവാക്കി. ഇനി ഞാനെങ്ങനെ മുന്നോട്ട് പോകും, ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കും എന്നുള്ളതായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്തിനാണ് പേടി എന്നുള്ളതായി നോക്കാം. ഈവൻ ഭർത്താവ് നമ്മുടെ നല്ല രീതിക്ക് നമ്മുടെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഭർത്താവിനോട് സംസാരിക്കാം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. ബട്ട് ഈവൻ നമ്മളിപ്പോ സംസാരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സന്ദർഭം കൂടി നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഈവൻ വർക്ക് സ്ട്രെസ്സോ ജോബ് സ്ട്രെസ് അങ്ങനെ ഒരുപാട് സ്ട്രെസ് കൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് വരുന്ന ഒരാളുടെ കൂടെ നമ്മൾ കൂടുതൽ ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ആളുടെ മൂഡ് ഓക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് നല്ല കാം ആയിട്ടുള്ള ഒരു മൈൻഡിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. ഇവിടെ നമ്മൾ എന്തിനെയാണ് പേടിക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. പുറത്തിറങ്ങുമ്പോൾ ആണുങ്ങൾ എന്നെ നോക്കുന്നത് എന്റെ ശരീരത്തിലോട്ടാണ് എന്നുള്ള ഒരു പേടിയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് ആദ്യം കണ്ടെത്തണം. എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫീല് വരുന്നത്? ഓക്കെ, എന്നെ അങ്ങനെ മാത്രം ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം നമുക്ക് നല്ല രീതിയിൽ കെയർ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഭയം വരേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നമുക്ക് ഭർത്താവുമായിട്ട് ഡീൽ ചെയ്തിട്ട് പോകുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു കപ്പിൾ എന്ന് പറയുമ്പോൾ പരസ്പരം നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ പല നല്ല കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാനും പറ്റും. തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ മാറുന്നു കരുതണ്ട, പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ മാറുന്നു നമ്മൾ കരുതണ്ട, സമയമെടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, പതിയെ ഡെയിലി നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട്, ബിഹേവിയറിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഹാബിറ്റ്സിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നൈസിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ അത്യാവശ്യമാണ്. എങ്കിൽ തന്നെ അവരുടെ ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോകും. 2 ഇയർ ആയിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്, ഡിപ്രഷൻ ആണ്. ഇപ്പൊ മുടി കൊഴിയുന്നുണ്ട്, വെയിറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട്, മരുന്ന് നിർത്തിയാൽ തലകറക്കമുണ്ട്, എന്താണ് പ്രതിവിധി? എനിക്ക് മരുന്ന് നിർത്താൻ കഴിയുമോ എന്നുള്ളത്. ഇപ്പോ ഡിപ്രഷൻ ആണ്, 2 ഇയർ ആയിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മെഡിസിൻ എടുക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു ഡിപ്രഷൻ ആണ് ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നിന്ന് നമുക്ക് പുറകിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിസിൻ എടുക്കുന്നത്. അതായത് നമ്മുടെ മൂഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹോർമോണൽ ഇൻബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ മെഡിസിൻ എടുക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്രോബാക്സ് നമുക്ക് ഉണ്ടാവും, അതിന്റെ സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ ആൾറെഡി നമ്മൾ റൺ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്തിട്ടാണ്. അതായത് മെഡിസിൻ വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, തെറാപ്പി കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിരിക്കും ഇതിന്. അതായത് ഇപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തെറാപ്പീസും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈവൻ നമ്മുടെ മരുന്നിന്റെ ഡോസേജ് മെല്ലെ കുറച്ചിട്ട് നമുക്ക് നിർത്താൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടീവ് തെറാപ്പീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നോർമൽ ലൈഫിലോട്ട് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സൈക്കാട്രിക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അതൊക്കെ.
അപ്പൊ കൂടെ ഒരു സപ്പോർട്ടീവായിട്ട് നിങ്ങൾ ഒരു തെറാപ്പി കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പതിയെ പതിയെ എന്ത് ചെയ്യാം, ഈ മരുന്ന് പതിയെ പതിയെ കുറച്ചുകൊണ്ട് വരാം. നമുക്ക് ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് വേറെ നല്ല ഇഷ്യൂസ് പറഞ്ഞ പോലെ മുടി കൊഴിയുന്നത്, അതുപോലെ തടി കൂടുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഡോക്ടറുമായിട്ട് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ശേഷം പതിയെ പതിയെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഈവൻ തെറാപ്പീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് പതിയെ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടറുമായിട്ട് ഡീൽ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അത് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റുള്ളൂ. സപ്പോർട്ടീവ് തെറാപ്പി ഒപ്പം കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും തെറാപ്പീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ രീതിയിൽ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ഓവർകം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സൺ. അപ്പോ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഇതൊരു ബിഹേവിയറൽ ഇഷ്യൂ അല്ല. മുന്നേ വീഡിയോന്റെ ആഴത്തിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആയി വന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയി വന്നതാണ്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം മാറ്റാൻ പറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാമിലിയിലാണ് ജനിച്ചത്. അപ്പോൾ നമ്മുടെ പാരന്റ്സ് ഡിഫറെന്റ് ആണ്, നമ്മുടെ ഫ്രണ്ട്സ് ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഈവൻ നമ്മുടെ ഒരു കൊളീഗിനെയോ നമ്മളുടെ ഒരു സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റിനെയോ അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സിനെ എടുത്തു കഴിഞ്ഞാൽ പോലും അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവർ വളർന്നു വന്ന സാഹചര്യവുമായിട്ട് വളർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അവർ പഠിച്ച കാര്യങ്ങൾ, അവർ ഒബ്സർവ് ചെയ്തത്, അവർക്ക് കിട്ടിയ ലഭിച്ച ആനുകൂല്യങ്ങൾ, അവരിടുന്ന ഡ്രസ്സ്, വാട്ട് എവർ, അവരുടെ കാണുന്ന മൂവീസ്, അങ്ങനെ അവര് ചെറുപ്പം മുതൽ എന്താണോ ഇതുവരെ തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെയാണ് പേഴ്സണാലിറ്റി ഉണ്ടായി വരുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുമ്പോൾ അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാൻ കഴിയില്ല. കാരണം അതുപോലെ ഇപ്പോ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ആളെ മാറ്റാൻ പറ്റും എന്ന് നമ്മൾ ഒരിക്കലും കരുതണ്ട. കാരണം അവർ ഒരുപാട് കൺവിൻസിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവരുടെ ഇപ്പോ സ്വയം ഇങ്ങനെ ഡയഗ്നോസ് ചെയ്യലും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു നാർസിസ്റ്റിക്, ഹൗ ടു ഓവർകം നാർസിസ്റ്റിക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നാർസിസ്റ്റിക് ബിഹേവിയർ തന്നെയാണോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഒരിക്കലും നമ്മൾ സെൽഫ് ഡയഗ്നോസിസോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കറക്റ്റ് ഡയഗ്നോസിസ് ചെയ്യാനോ നിൽക്കേണ്ട. കാരണം അതിന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഈവൻ സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കണ്ടിട്ട് ഒരു ഡയഗ്നോസിസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും അവർ വളർന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവര് പെട്ടെന്ന് അവര് മാറില്ല. അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അങ്ങനത്തെ ആളുകളാണല്ലോ. ലൈക്ക് മറ്റുള്ളവർ എത്ര ബുദ്ധിമുട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, ഈവൻ അവരുടെ ദുഃഖങ്ങളിലൊന്നും എനിക്ക് പങ്കില്ല, എനിക്ക് എന്റെ സന്തോഷമാണ് വലുത്, എനിക്കൊരു പോപ്പുലർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. ലൈക്ക് അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തില് അങ്ങനെ ചിന്തിച്ച് തോട്ട്സ് അവരുടെ അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ പേഴ്സണാലിറ്റിയിലും നല്ല രീതിക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഒരു അതർ പേഴ്സണിന് അവരുടെ നന്നായിട്ട് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ഡെയിലി ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഭാവിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഏറ്റവും ബെറ്റർ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ പാർട്ട്ണർ, അവർക്കൊക്കെ പതിയെ പതിയെ മാറ്റാൻ പറ്റും. ബട്ട് ഒരിക്കലും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അത് മാത്രമല്ല മറ്റൊരാളെ നമുക്ക് എത്രത്തോളം മാറ്റാൻ പറ്റും എന്നുള്ളത് കൂടെ ഇതിലൂടെ നോക്കേണ്ടതുണ്ട്. കാരണം അത് അവരുടെ ലൈഫാണ്, അവരുടെ ലൈഫ് സ്റ്റൈലാണ്, അവരുടെ ബോഡിയാണ്. അപ്പോൾ അവരെ നമുക്ക് മാക്സിമം മാറ്റാൻ പറ്റും എന്ന് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മാറാൻ പറ്റും. മറ്റുള്ള ഒരാളുടെ കാര്യങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുകൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വലിയ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. സോഷ്യൽ ആങ്സൈറ്റി, ഇപ്പൊ ഈവൻ കൊളീഗ്സിന്റെ കൂടെയൊന്നും നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇത് സോഷ്യൽ ആങ്സൈറ്റി ആണോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് അറിയേണ്ടത്. കാരണം ഇപ്പൊ മറ്റൊരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മേ ബി ആളുകൾ ഇൻട്രോവേർട്ടാന്ന് പറയാറുണ്ട്. ഇപ്പൊ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ വേറെയാണ് വരുന്നത്. ഈ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ഒരാളുകളോട് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും സോഷ്യൽ ആങ്സൈറ്റിയിൽ വരാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, നോർമലി ഇതൊരു സ്കില്ലിന്റെ കുറവായത് കൊണ്ടാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കാറുള്ളത്. സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഒരുപാട് മിസ്ഡയഗ്നോസ് ചെയ്യാറുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാണ്ടാകുമ്പോൾ അത് സോഷ്യൽ ആങ്സൈറ്റി ആവാറുണ്ട്. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൽ വിക്കുകൾ വരുന്നത്, വാക്കുകൾ കിട്ടാണ്ടാവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സാധനം സംഭവിച്ചത് കൊണ്ട് പിന്നീട് ആളുകളോട് സംസാരിക്കാനുള്ള പേടി, ഇതൊക്കെ സോഷ്യൽ ആങ്സൈറ്റി ആയിട്ട് കുറച്ച് ആളുകൾ പറയാറുണ്ട്. ഇതൊന്നും ആ ഒരു ബന്ധത്തിൽ വരുന്നില്ല. നമുക്ക് സ്കിൽ ഇൻക്രീസ് ചെയ്യാം. മാക്സിമം ചെറിയ 1-2 ആളുകളോട് സംസാരിച്ചിട്ട് നമ്മൾ ഏറ്റവും അടുത്തുള്ള ആളുകളോട് സംസാരിക്കാം. ഈവൻ നമുക്ക് എന്ത് ചെയ്യാം, ക്ലബ് ഹൗസിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ചെറിയ നമ്മളുടെ ഒരു ഡിസ്കഷനിലൊക്കെ നമ്മൾ മെല്ലെ ഇൻക്ലൂഡ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തന്നെ മെല്ലെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും.
മാത്രമല്ല നമുക്ക് ഒരാളുടെ കൺവിൻസ് ചെയ്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ ഇവൻ കസ്റ്റമറൊക്കെ ചെയ്യുന്നത് പോലെ കസ്റ്റമറിന്റെ ആവശ്യം എന്താണോ ആ ഒരു സാധനം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് എന്നിട്ടാണല്ലോ നമുക്ക് അവർക്ക് വേണ്ട പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ലൈക്ക് അതുപോലെ അവരെ കുറിച്ച് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ അതിനെ തുടർന്നുകൊണ്ടുള്ള ചർച്ചകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലബ് ഹൗസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഒരു അക്കൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് ചെറിയ ഇന്ററാക്ഷൻ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അങ്ങനെ ചെറിയ ഡിസ്കഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് അവിടെ ഉണ്ടാവും, മസ്റ്റ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക് എടുക്കുക, അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ പതിയെ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂട്ടിക്കൊണ്ടുവരിക. അതുപോലെ നമ്മളിപ്പോ നോർമലി ഇപ്പൊ ചാറ്റ് ചെയ്യാറുണ്ട് എല്ലാവരുമായിട്ട്, ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ ഈവൻ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നമുക്ക് മെല്ലെ ഒഴിവാക്കിയിട്ട് വോയിസ് മെസ്സേജ് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം, കോളിൽ സംസാരിക്കാൻ നോക്കാം, പിന്നെ ഡയറക്റ്റ് ഇന്ററാക്ഷൻ. അങ്ങനെ പതിയെ ഓരോ സ്റ്റെപ്പ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോക്കൺ റിലേഷൻഷിപ്പ് സംസാരിച്ച് നേരെയാക്കാൻ പറ്റുമോ? ബ്രോക്കൺ റിലേഷൻഷിപ്പ് സംസാരിച്ചിട്ട് നേരെയാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു വൺ സൈഡഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് എത്രത്തോളം സംസാരിക്കാൻ പറ്റും, നമ്മൾ എത്രത്തോളം സംസാരിച്ചിട്ട് ആളുകളെ മാറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിച്ചു നോക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോ വൺ സൈഡിൽ ഒരാള് മാറാൻ ശരിയാണ്, ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആള് മാറാൻ റെഡി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. കാരണം അത് ആൾക്ക് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി പോലും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോ ആൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ ബ്രേക്ക് ആയപ്പോ എന്തെല്ലാം സംഭവിച്ചു, എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ, അതിനെ കുറിച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. മാത്രമല്ല ആള് മാറാൻ റെഡി ആണോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യം മാറാൻ പറ്റാത്ത ഒരു സാധനത്തിന് നമ്മൾ വീണ്ടും ഇങ്ങനെ സംസാരിച്ച് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ രീതിക്കുള്ള ഒരു മണ്ടത്തരം തന്നെയാണ്. കാരണം ആള് മാറാൻ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. കാരണം നീ എന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ മാറാൻ പോകുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ മജീഷ്യൻസ് ഒന്നും അല്ലല്ലോ. അപ്പോ അങ്ങനെ നമുക്ക് ഒരാളെ മാറ്റാൻ ചെയ്യാൻ പറ്റുന്നു കരുതേണ്ട ആവശ്യമില്ല. കാരണം കൺവിൻസ് മാക്സിമം ചെയ്ത് നോക്കാം. നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളാണ്, നമ്മൾ വിട്ടുപോകാൻ നമുക്ക് അത്ര ആഗ്രഹമില്ലാത്ത ഒരാളാണ്, ആള് ഇങ്ങനെ പെട്ടെന്നൊരു എന്റെ ഒരു ഇഷ്യൂ കൊണ്ടും ഇങ്ങനെ വന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ ഇതിന്റെ മിസ്റ്റേക്ക് എവിടെയാണ് സംഭവിച്ചത്, അതിന് ഉണ്ടായ കാരണങ്ങൾ എന്താണ്, ഇതിങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കും. ആൻഡ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് പാസ്റ്റ് ആണ്, സംഭവിച്ചു പോയി, അതിന് നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഇങ്ങനെ വന്നൊരു തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കി പറയാന്നുണ്ടെങ്കിൽ ബെറ്റർ. അതർവൈസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്തത്, ബോയ്സിന് ഒരുപാട് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ഇഷ്ടം ഏതാണ്, ആരോടാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇത് കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ലിമിറ്റ് എങ്ങനെയാണ് നോക്കുക, എത്രത്തോളം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നോക്കുക, എത്രത്തോളം നമ്മളുമായിട്ട് ഇമോഷണലി ഓപ്പൺ അപ്പ് ആണ് എന്നുള്ള കാര്യം നോക്കുക. അതുപോലെ ആള് നമ്മളെ മാക്സിമം കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഒരുപാട് സമയം നമ്മളുടെ ഞാൻ അതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്, ഇതുകൊണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ആള് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ നോക്കുക. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈമിന്റെ ഒരു ലിമിറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുക. ഈവൻ ആളുടെ വർക്ക് ഒരുപാട് നുണകൾ പറയുന്നുണ്ടോ നോക്കുക മെയിൻ ആയിട്ട്. ഓക്കെ, ചിലത് കാര്യങ്ങളൊക്കെ നുണയാണോ എന്നുള്ളത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും അവർ നുണയായിട്ട് ചില സമയത്ത് ഇങ്ങനത്തെ ആളുകൾ പറയാറുണ്ട്. അപ്പൊ ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോ എന്താണ്, നമ്മളെ കൂടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ഇമോഷണലി ജെന്യുവിൻ ആണ്, എത്രത്തോളം നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എത്രത്തോളം നമ്മളോട് നുണ പറയുന്നുണ്ട്, ഇതിന്റെ ലെവലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാന്നുണ്ടെങ്കിൽ എന്താണ്, എവിടെയാണ്, ആരോടാണ് ഏറ്റവും കൂടുതൽ ആൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മാത്രമല്ല ഒരാൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ എടുക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ജേണൽ തയ്യാറാക്കിയിട്ട് നമ്മൾ നോക്കാം. കുറച്ച് ടൈം എടുത്തിട്ട് ചിന്തിക്കുക, പെട്ടെന്നുള്ള ഇമോഷണൽ പുറത്തുള്ള തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കുക. ഓക്കെ, ഇത്രത്തോളമായിരുന്നു നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന് മാക്സിമം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ശേഷം അത് ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ ഇൻബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യല് വളരെയധികം അനിവാര്യമാണ്.
കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും അല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഒരു ആലോചിച്ചിട്ട് എവിടെ എത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നോർമലി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോർമലി ഒരു കൗൺസിലറെ മീറ്റ് ചെയ്യാം. നമുക്ക് ഭാവിയിൽ എവിടേക്ക് സ്റ്റക്ക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, പേടി തോന്നുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മളൊരു സപ്പോർട്ട് എടുക്കുന്നത് തന്നെയാണ് വളരെ നല്ല കാര്യം. അല്ലാണ്ട് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇത് ഇങ്ങനെ തലയിലകത്തൊരു പ്രഷറാക്കി വെച്ചിട്ട് അത് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ അങ്ങനെ അഫക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നും ഏറ്റവും ബെറ്റർ ആണ് ബേസിക് ആയിട്ട് ഒരു കൗൺസിലറെ കാണാം, ഒരു കൗൺസിലർ സൈക്കോളജിസ്റ്റിനെ കാണാം, ഒരു മീറ്റ് ചെയ്യുക, ഒരു തെറാപ്പിയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷന് ശേഷം നിങ്ങളുടെ മാറ്റങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു കൗൺസിലിംഗ് സെഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡൗട്ട്സ്, നിങ്ങൾക്ക് വൺ വേർഡ് ഡൗട്ട്സ് മാക്സിമം ചോദിക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ ആണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് സെഷൻ ആണ് ബെറ്റർ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.